ഹായ് ഫ്രണ്ട്സ്, 4 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സൂപ്പർ ടേസ്റ്റിൽ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് ഇതിക്ക് വേണ്ട ആകെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: ചെറിയ ഉള്ളി, കാന്താരി, പിന്നെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം ഏതായാലും വേണ്ടില്ല. ഞാൻ കൂടെ നോൺ സ്റ്റിക്കിൻ്റെയാണ് ഉപയോഗിച്ച്. നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയോ, പക്ഷെ അടി കട്ടിയുള്ള പാത്രമാണോ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് വെക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് ഏകദേശം മൂത്ത് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി അരിപ്പിടാം. ചെറുള്ളിൻ്റെ കൂടെ തന്നെ നമ്മൾ കാന്താരി മുളകും ചേർക്കേണ്ട കേട്ടോ. കാന്താരി മുളക് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി. എരിവിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറിയിടാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ കാന്താരി, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത്, ഇത് മൂന്നും നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതുവരെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് കറിവേപ്പില പക്ഷെ അധികം ആയാലും കുഴപ്പമില്ലല്ലോ. കറിവേപ്പിലായി ജസ്റ്റ് 2 മിനിറ്റ് ഇളക്കിയിട്ട് നമുക്ക് നേരിട്ട് ചിക്കൻ ആഡ് ചെയ്യാം. 1 കിലോ നാടൻ ചിക്കനായിട്ട് കൊടുത്തത്. നാടൻ ചിക്കനാണ്. നമുക്ക് വേണമെങ്കിൽ സ്പ്രിങ് കൊടുക്കാം. സാധാ ബ്രോയിലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊടിയാൻ സാധ്യതയുണ്ട് ചിക്കന്. അപ്പോൾ ഈ ഐറ്റം ചിക്കൻ കറി വെക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് സ്പ്രിങ്ങോ അല്ലെങ്കിൽ നാടനോ. അത് ഏകദേശം നമ്മളത് റെഡി ആയി കഴിഞ്ഞു. ഏകദേശം മൂപ്പായിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഈ ഒരു ലെവലാവുമ്പോൾ നേരിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിന് ചെറുതായിട്ട് മഞ്ഞൾ ചേർക്കണ്ടേ, ജസ്റ്റ് ആ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കടന്ന് നടക്കാം. അതുവരെ നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് ഏകദേശം എന്തായി നോക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയില്ലേ. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ചേർക്കുക ലേശം ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഈ ലെവലാവണം ഏകദേശം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റ് അവിടെ റെഡിയായി. ഇനി നേരെ നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്.